Hello everyone, welcome. My name is Nishad and this is English Wow. 6 സെൻറ്റൻസുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഐ ഹാവ് ടു ഗോ ടു വർക്ക്. രണ്ടാമത്തേത് ഐ നീഡ് ടു ഗോ ടു വർക്ക്. മൂന്നാമത്തേത് ഐ ഷുഡ് ഗോ ടു വർക്ക്. നാലാമത്തേത് ഐ മസ്റ്റ് ഗോ ടു വർക്ക്. അഞ്ചാമത്തേത് ഐ ക്യാൻ ഗോ ടു വർക്ക്. ആറാമത്തേത് ഐ കുഡ് ഗോ ടു വർക്ക്. ഈ 6 സെൻറ്റൻസുകളും വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് ഐ ഹാവ് ടു ഗോ ടു വർക്ക്. ഐ ഹാവ് ടു ഗോ ടു വർക്ക്. നിങ്ങളൊരു സാഹചര്യത്തിൽ പറയാണ് ഐ ഹാവ് ടു ഗോ ടു വർക്ക് എന്ന് പറയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു പുറത്തുള്ളൊരു ഫോഴ്സ്, എന്തോ ഒന്ന് സംതിങ് ഈസ് ഫോഴ്സിങ് യു ടു ഗോ ടു വർക്ക്. പുറത്തുള്ള എന്തൊരു സംഗതി നിങ്ങളെ നിർബന്ധിക്കുന്നു. അത് ചിലപ്പോൾ ഒരു നിയമമായിരിക്കാം, ഒരു റൂളായിരിക്കാം, ഒരു ലോ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഉത്തരവാദിത്തമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അപ്പോഴാണ് നമ്മൾ ഐ ഹാവ് ടു ഗോ ടു വർക്ക് എന്ന് പറയാം. അപ്പോൾ അത് ഐ ഹാവ് ടു ഗോ ടു എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഷീ ഹാസ് ടു ഗോ ടു വർക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡു ഇറ്റ്, ഷീ ഹാസ് ടു ഡു ഇറ്റ്, ഷീ ഹാസ് ടു കംപ്ലീറ്റ് ഹെർ പ്രോജക്റ്റ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു, ഇത് വെച്ച് നമ്മൾ പറയുമ്പോൾ സംതിങ് ഈസ് ഫോഴ്സിങ് യു, എന്തോ ഒന്ന് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അത് കാരണമാണ് നിങ്ങൾ അങ്ങനെ പോകണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഐ ഹാവ് ടു ഗോ ടു വർക്ക് ബിക്കോസ് മൈ ഷിഫ്റ്റ് സ്റ്റാർട്ട്സ് അറ്റ് 9. 9 മണിക്ക് എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഹാവ് ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാസ് ടു എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് രണ്ടാമത്തേത് എടുക്കാം. രണ്ടാമത്തേത് ഐ നീഡ് ടു ഗോ ടു വർക്ക്. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. ഐ നീഡ് ടു ഗോ ടു വർക്ക്, അല്ലെങ്കിൽ ഷീ നീഡ്സ് ടു ഗോ ടു വർക്ക്, ഷീ നീഡ്സ് ടു ഗോ ടു വർക്ക്, ഐ നീഡ് ടു ഗോ ടു വർക്ക്, ദേ നീഡ് ടു ഗോ ടു വർക്ക്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എന്താണ്, നിങ്ങളുടെ ഒരു പേഴ്സണൽ റിക്വയർമെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് അല്ല, പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണൽ റിക്വയർമെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ നീഡ് ടു ഗോ ടു വർക്ക്, അതർവൈസ് ഐ വിൽ ലൂസ് മൈ ടുഡേ സാലറി. എനിക്ക് ജോലിക്ക് പോകണതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇന്നത്തെ സാലറി കട്ടാവും. അപ്പോൾ അത് നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ആവശ്യം കൂടിയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ആ നീഡ് ടു എന്നുള്ളത് സംതിങ് ദാറ്റ് ഗോസ് വിത്ത് പേഴ്സണൽ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തോടു കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളവിടെ നീഡ് ടു എന്നുള്ളൊരു യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞത് ഹാവ് ടു ഗോ ടു വർക്ക് എന്നുള്ളതാണ്. അത് സംതിങ് ഈസ് ഫോഴ്സിങ് യു ബിഹൈൻഡ്. രണ്ടാമത്തേത് നീഡ് ടു ഗോ, അതായത് അത് കുറച്ചുകൂടി നമ്മളൊരു പേഴ്സണൽ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഐ ഷുഡ് ഗോ ടു വർക്ക് എന്ന് പറയണം. ഐ ഷുഡ് ഗോ ടു വർക്ക്. മൂന്നാമത്തേത്, ഇപ്പോൾ ഐ ഷുഡ് ഗോ ടു വർക്ക് എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹാവ് ടു ഗോ ടു വർക്ക് എന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മളെ ഒന്നും ഫോഴ്സ് ചെയ്യണമൊന്നുമില്ല. ഒരു നിയമപരമായിട്ടുള്ളൊരു സംഗതി, എന്തെങ്കിലും സംഗതി നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല നമ്മളങ്ങനെ പറയുന്നത്. പക്ഷേ ഐ ഷുഡ് ഗോ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോറൽ സൈഡാണത്, അങ്ങനെ പോകണം എന്നുള്ള സംഗതി. ഓക്കെ, ദാറ്റ് മീൻസ് യു ആർ സപ്പോസ് ടു ഗോ ദെയർ ഓർ ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഗോ ദെയർ. യു അണ്ടർസ്റ്റാൻഡ്? ഐ ഷുഡ് ഗോ ടു വർക്ക്, ഐ ഹാവ് ഓൾറെഡി മിസ്ഡ് 2 days. ഇവിടെ നിങ്ങൾ പറയുന്നത് നോക്കൂ, എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ നേരത്തെ 2 days ഞാൻ മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓഫായിട്ടുണ്ട്. അപ്പോൾ യു ആർ സപ്പോസ് ടു ഗോ ദെയർ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു ഇറ്റ്, നിങ്ങളുടെ ഒരു മോറൽ പാർട്ടും കൂടി അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് ഐ ഹാവ് ടു ഗോ ടു വർക്ക്, രണ്ടാമത്തേത് ഐ നീഡ് ടു ഗോ ടു വർക്ക്, മൂന്നാമത്തേത് ഐ ഷുഡ് ഗോ ടു വർക്ക്. ഇനി അടുത്തത് ഐ മസ്റ്റ് ഗോ ടു വർക്ക്. ഐ മസ്റ്റ് ഗോ ടു വർക്ക് ഏത് ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളങ്ങനെ പറയുന്നത്? ഐ മസ്റ്റ് ഗോ ടു വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഐ ഹാവ് ടു ഗോ ടു വർക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഐ ഷുഡ് ഗോ ടു വർക്ക് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടിയും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഐ മസ്റ്റ് ഗോ ടു വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റൂളാണ്. അങ്ങനെ പോയേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധത്തെ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റൂളാണ്. മനസ്സിലായില്ലേ? ഒരു സ്ട്രോങ് റൂളായിട്ട് നമ്മളങ്ങനെ പറയുമ്പോഴാണ് ഐ മസ്റ്റ് ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് ഒഴിവഴിവില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഐ മസ്റ്റ് ഗോ ടു വർക്ക് എന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തൊരു സംഗതി, ഐ ക്യാൻ ഗോ ടു വർക്ക്. വാട്ട് ഈസ് ദാറ്റ്? ഐ ക്യാൻ ഗോ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും, ഐ ക്യാൻ ഗോ ടു വർക്ക്, ഐ എം ഓക്കെ നൗ. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുഖമില്ലാതെ കിടക്കായിരുന്നു, അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഗോ ടു വർക്ക്.
അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ കഴിയും എന്നുള്ളൊരു പോസിബിലിറ്റിനെയാണ് അവിടെ നമ്മൾ എന്തുകൊണ്ട് കാണിക്കുന്നത് ഐ ക്യാൻ ഗോ ടു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയാണ് ഷീ ക്യാൻ പെർഫോം വെൽ, ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അതായത് അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും, കാരണം എന്താ, അവൾ നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ അത് ഒരു പോസിബിലിറ്റിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഐ ക്യാൻ ഗോ ടു വർക്ക് അല്ലെങ്കിൽ ഷീ ക്യാൻ ഗോ ടു വർക്ക് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ആറാമത്തത് ഐ കുഡ് ഗോ ടു വർക്ക്. ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് കുഡ് എന്നുള്ളത്. ഇപ്പോൾ ഐ കുഡ് ഗോ ടു വർക്ക് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു പാസ്റ്റ് എബിലിറ്റി ആകാൻ, മുമ്പത്തെ ഒരു എബിലിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ കുഡ് ഗോ ടു വർക്ക് എന്ന് പറയാം. അതല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള ഒരു പോസിബിലിറ്റിനെ കുറിച്ച് പറയാനും നമുക്ക് ഐ കുഡ് ഗോ ടു വർക്ക് എന്നുള്ളത് പറയാം. അപ്പോൾ അത് ആ കോണ്ടെക്സ്റ്റ് ഏതാണ് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഐ കുഡ് ഗോ ടു വർക്ക് ഇഫ് ദേ റിയലി നീഡ് മൈ ഹെൽപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയണം, ഐ കുഡ് ഗോ ടു വർക്ക് ഇഫ് ദേ റിയലി നീഡ് മൈ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലിക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ അതിന് പോകാൻ തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റിലുള്ള ഒരു പോസിബിലിറ്റിനെ കാണിക്കാൻ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഒരു എബിലിറ്റിനെ കാണിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഐ കുഡ് ഗോ ടു വർക്ക് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞത് ഐ ഹാവ് ടു ഗോ ടു വർക്ക് എന്നുള്ളതാണ്. സംതിങ് ഈസ് ഫോഴ്സിങ് യു ബിഹൈൻഡ് ടു ഗോ ടു വർക്ക്. അപ്പോഴാണ് നമ്മൾ ഒരു റൂളോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്തമോ അതല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന സമയത്താണ് ഐ ഹാവ് ടു ഗോ ടു വർക്ക് എന്ന് പറയാം. രണ്ടാമത്തേത് ഐ നീഡ് ടു ഗോ ടു വർക്ക് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദാറ്റ്? ഐ നീഡ് ടു ഗോ ടു വർക്ക്. നീഡ് ടു ഗോ ടു വർക്ക് എന്നുള്ളത് നമ്മളുടെ കുറച്ചും കൂടിയും നമ്മളുടെ ഒരു പേഴ്സണൽ റിക്വയർമെൻറ്റുമായിട്ട് ചേർന്ന് പോകുമ്പോഴാണ് നീഡ് ടു ഗോ ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ഷുഡാണ്. എന്താണ് ഷുഡ്? ഷുഡ് യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. നിങ്ങളത് ചെയ്യേണ്ട ആളാണ്, അതല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു ഇറ്റ്. മനസ്സിലായില്ലേ? അത് ഫോഴ്സ്ഫുള്ളി ഉള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ പറയാണ്. നാലാമത്തേത് ഐ മസ്റ്റ് ഗോ ടു വർക്ക് എന്നുള്ളതാണ്. നാലാമത്തേത് എന്താണ്? മസ്റ്റ് ഗോ ടു എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തിനേക്കാൾ ഹാവ് ടു ഗോ ടു എന്ന് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഷുഡ് ഗോ ടു എന്ന് പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള റൂളാണ് എന്ത്? മസ്റ്റ് ഗോ ടു. നാലാമത്തേത് നമുക്കൊരു കഴിവിനെ കാണിക്കാൻ വേണ്ടി നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഐ ക്യാൻ ഗോ ടു വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ക്യാൻ ഗോ ടു വർക്ക്, ഷീ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഓൾ ദീസ്. പിന്നെ ആറാമത്തേത് ഐ കുഡ് ഗോ ടു വർക്ക് എന്നുള്ളതാണ്. ഐ കുഡ് ഗോ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് എബിലിറ്റി ആകാം, അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള ഒരു പോസിബിലിറ്റിയും ആകാം. ഓക്കെ, ഞാനിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. 1-on-1 പ്രാക്ടീസുകളാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ഡേയിൽ ഒരു 30-40 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് 1-on-1 പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. So that's all. I hope you found this video interesting. I'll be back soon again with another useful class. Till then, bye bye everyone.